നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പോൾ ചെയ്ത വോട്ടുകളും മുൻ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും വിലയിരുത്തി കണക്കുകൂട്ടലും കിഴിക്കലും തുടരുന്നു മുന്നണി സ്ഥാനാർത്ഥികൾ. സസ്പെൻസിൽ ഒന്നാമത് പാലക്കാട്, രണ്ടാമത് ചേലക്കര. വയനാട്ടിൽ ഭൂരിപക്ഷം മാത്രമേ അറിയാനുള്ളൂ എന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തിയതാണ്. പാലക്കാട് പോൾ ചെയ്ത വോട്ടുകൾ നഗരസഭയും പഞ്ചായത്തും തിരിച്ച് കൂട്ടിയെടുത്ത് ജയസാധ്യതകൾ പറയുന്നു BJPയും UDFും LDFും. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരത്തിലാണ് UDFിന്റെ പ്രതീക്ഷ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ആരുടെയൊക്കെ അവകാശവാദം ഫലിക്കും. പ്രൈം ഡിബേറ്റിൽ ആദ്യം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ തത്സമയം ചേരുകയാണ്. ശ്രീ P. സരിൻ, എന്തായാലും എല്ലാ ആശംസകളും നേരുകയാണ്. താങ്കൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. അത് പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ കണക്കുകൾ നിരത്തി താങ്കൾ അവകാശവാദം ഉന്നയിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൃത്യമായ കണക്കുകൾ വന്നിട്ടുണ്ടല്ലോ, മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ തന്നെ 3 പഞ്ചായത്തുകളിലെയും. താങ്കളുടെ അവകാശവാദം എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? മഞ്ജുഷ, എല്ലാവർക്കും നമസ്കാരം. 12 മണിക്കൂർ കഴിയുമ്പോഴേക്കും വരാൻ പോകുന്നൊരു റിസൾട്ടിനെ പറ്റി വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ചർച്ച ചെയ്ത് ആശങ്കയിലാക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചില കണക്കുകൾ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതൊരിക്കലും ഒരു വിജയത്തിൻ്റെ അവകാശവാദോ പാലക്കാടിൻ്റെ മനസ്സ് എനിക്ക് മാത്രം അറിയാമെന്നുള്ള ഒരു മേനി പറച്ചിലോ അല്ല. പകരം പാലക്കാട് ജനത വോട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ഒരാൾക്ക് വേണ്ടിയാണ് എന്നും അതറിഞ്ഞു നൽകിയിരിക്കുന്ന പോസിറ്റീവ് വോട്ടുകളാണ് എന്നുമുള്ളൊരു വിലയിരുത്തൽ എനിക്കുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്തതാണ്. 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. പ്രധാനമായും ഒന്ന്, കഴിഞ്ഞ 3 തവണയും ജയിച്ച UDF ക്യാമ്പിന് മേൽക്കൈ നേടിത്തരുന്ന പിരായിരിയിൽ സംഭവിച്ചിരിക്കുന്ന വലിയ വോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണമില്ലായ്മ, വോട്ടർ അപ്പത്തി എന്നൊക്കെ പറയുന്നത് പോലെ അവർ വോട്ട് ചെയ്യാൻ പോലും വന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരണവും പിരാരിയുടെ കൈയാളുന്നത് UDF ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ 33 ബൂത്തുകളിൽ അതിലെ ഒരു ഓക്സിലറി ബൂത്തും കൂടി ഉണ്ട്. അങ്ങനെ 34 മെഷീനാണ് പിരായിരിയിലുള്ളത്. മൊത്തം 180 ബൂത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ 2 ഓക്സിലറി ബൂത്തും പിരായിരിയിലെ ഈ പറഞ്ഞ ഒന്നും കണ്ണാടിയിലെ ഒന്നും ചേർന്ന് 184 മെഷീനുകളാണ് നാളെ എണ്ണുക. വോട്ടിംഗ് മെഷീനുകൾ ഒരു റൗണ്ടിൽ 14 വെച്ച് ആദ്യത്തെ 1 മുതൽ 104 വരെയുള്ള ബൂത്ത് നമ്പറുകൾ മുനിസിപ്പാലിറ്റിയിലായതുകൊണ്ട് അതിൽ തന്നെ 2 ഓക്സിലറി ബൂത്തും കൂടി ഉള്ളതുകൊണ്ട് 106 മെഷീൻ മുഴുവനായും എണ്ണിത്തീരുക. ആദ്യത്തെ 7 റൗണ്ട് പൂർണ്ണമായും 8ാമത്തെ റൗണ്ടിലെ 8 മെഷീനുകളും മുനിസിപ്പാലിറ്റിയിലെയാണ്. 8ാമത്തെ റൗണ്ടിലെ 6 മെഷീൻ പിന്നെ പിരായിരിയിലും കൂടി ചേർന്നാണ് 14 ടേബിളുകൾ പൂർത്തിയാകുന്നത്. അപ്പൊ സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്ത 77,318 EVMലെ വോട്ടുകൾ അത് വളരെ നിർണായകം തന്നെയാണ് ഇത്തവണ നിർണായകമാകാൻ 2 കാരണങ്ങൾ. ഒന്ന്, BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ BJPക്ക് എതിരായി ഒരു വികാരം, BJP സ്ഥാനാർത്ഥിക്കെതിരായി ഒരു വികാരമുണ്ട്. ഒരു പരിധിവരെ ആ വികാരത്തെ തണുപ്പിക്കാൻ മറ്റൊരു BJP പ്രതിനിധി ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് സംഘപരിവാരത്തിന്റെ രീതിയിലുള്ള ചില ഏകീകരണ സ്വഭാവം അവസാന ദിവസങ്ങളിൽ കൈവന്നു എന്ന് വേണമെങ്കിൽ BJPക്ക് അവകാശപ്പെടാം. എന്നിരുന്നാൽ പോലും ഈ ശ്രീധരൻ എന്ന് പറയുന്ന തികഞ്ഞ ഒരുപക്ഷെ എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ പേരിൽ നേരത്തെ കൊണ്ടുവരാൻ സാധിച്ച ഒരു 10,000-ഓളം വോട്ടുകളുണ്ട്. അത് BJPയിലേക്ക് എത്തിയത് UDFിൽ നിന്നാണ്, അല്ലെങ്കിൽ BJPയുടെ വോട്ടായി പോൾ ചെയ്യപ്പെടാതെ കിടന്നത് ഈ ശ്രീധരന്റെ പേരിന് നേരെ താമര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. 10,000 ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു 7,000 വോട്ടുകളെ BJP ഇത്തവണ കുറച്ച് തന്നെ കാണണം എന്നുള്ളതാണ് അടിവരയിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ തവണ 34,000-ഓളം വോട്ടുകൾ നഗരപ്രദേശത്തിൽ കിട്ടിയ BJPക്ക് 28,000-ൽ കൂടുതൽ വോട്ട് ഇത്തവണ കിട്ടില്ല എന്നും, അങ്ങനെയാണെങ്കിൽ പോലും സാങ്കേതികമായി BJP തന്നെയായിരിക്കും ആദ്യത്തെ 7 റൗണ്ട് പൂർത്തിയാകുമ്പോഴും, അതായത് മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ
മുഴുവൻ എണ്ണിക്കഴിയുമ്പോഴും ലീഡ് ചെയ്യുക എന്നുള്ളതുമാണ്. അങ്ങനെ വരുമ്പോൾ യു ഡി എഫിനല്ലേ സരിൻ അതിന്റെ മേൽക്കൈ കിട്ടുക? യു ഡി എഫിനല്ലേ അതിന്റെ മേൽക്കൈ കിട്ടുക? നഗരസഭയിൽ BJP ഒന്നാമത് എത്തിയാലും താങ്കൾ പറയുന്നത് 1000 വോട്ടിനോ 2000 വോട്ടിനോ മുന്നിലെത്തും എന്ന രീതിയിലാണല്ലോ. കഴിഞ്ഞ തവണത്തെ 34,000-ൽ നിന്ന് 28,000-ലേക്കൊക്കെ പോകുമെന്ന്. കഴിഞ്ഞ തവണ 27,000 പിടിച്ച UDF മുനിസിപ്പാലിറ്റിയിൽ മാത്രം. അതിനേക്കാൾ മുകളിലെത്താൻ അപ്പോൾ കഴിയുമല്ലോ. അവിടെയാണ് മഞ്ജുഷ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യങ്ങൾ. ഒരിക്കലും നഗരസഭയിൽ UDF രണ്ടാമതെത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതായി പോകും UDF എന്നുള്ളതിൽ തർക്കമില്ല. BJPയും LDFും തമ്മിലുള്ള വ്യത്യാസം മാത്രം 4000-ഓളം, ഏറിയാൽ 4000-ഓളം. ഞാനത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 3000 എന്നാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ച അവസാന നിമിഷത്തിൽ BJPയിൽ വന്നൊരു ഏകീകരണ സ്വഭാവം അതിനെ 4000 വരെ എത്തിച്ചേക്കാം. ഇവിടെ അങ്ങനെ വരുമ്പോൾ 16,000 വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ 16,000 വോട്ടുകൾ മാത്രം കിട്ടിയെടുത്ത് നിന്ന് ഏതാണ്ട് 22,000-ഓളം വോട്ടുകളിലേക്ക് കുതിക്കണം LDFന്. അതാണല്ലോ താങ്കളുടെ പ്രതീക്ഷ. അത്രയും വരുമോ സരിൻ? അത് മാത്രമല്ല 2,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവല്ലേ പോൾ ചെയ്തിട്ടുള്ളൂ നഗരസഭാ പരിധിയിൽ? അതെ, പോൾ ചെയ്ത വോട്ടുകൾ 2,000-ഓളം കുറവാണ്. അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കണം. ഒരു ഒരു പകുതി ഭാഗമില്ലെങ്കിൽ പോലും നഗരസഭയുടെ കാൽഭാഗങ്ങളിൽ വളരെ ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യമുണ്ട്. 20-ഓളം ബൂത്തുകളിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട്. മറ്റ്20 ബൂത്തുകളിൽ തൊട്ടടുത്ത 2ാം സ്ഥാനമുണ്ട്. അങ്ങനെ ഒരു 50-ഓളം ബൂത്തുകളിൽ വളരെ കൃത്യം മേധാവിത്വം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി അവകാശപ്പെടാം. മറ്റ് 54 ബൂത്തുകളിലേക്ക് വരുമ്പോഴാണ് ഈ ചിത്രം വ്യത്യസ്തമാകുന്നത്. ഈ ശ്രീധരൻ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് BJPയിലേക്ക് കൊണ്ടുപോയ വോട്ടുകൾ തിരികെ കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട. ആ വോട്ടുകൾ BJPയെ ഉപേക്ഷിച്ച് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ ഒരു പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വന്ന വോട്ടർ റെസ്പോൺസ് കൂടി കണക്കിലെടുക്കുമ്പോൾ അത് ഇടതുപക്ഷത്തേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. 16,000 ചില്ലുവാനം വോട്ടുകളിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലെ അവസാന വോട്ട് നിലയിൽ എത്തുമ്പോൾ LDFന് 23,000-ൽ കുറയാത്ത 24,000 എന്നുള്ളതാണ് അതൊരു ഫിഗറായിട്ട് നമ്മുടെ കണക്കിൽ വരുന്നത്. എങ്കിൽ പോലും ഞങ്ങൾ അതിനെ 23,000-ൽ കുറയാത്ത ഒരു സംഖ്യയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൃത്യമായും കോൺഗ്രസിന്റെ ഇടത്തരം മധ്യവർഗ വോട്ടുകളെ ഇത്തവണ നമ്മൾ നിലംപരിശാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കോൺഗ്രസിനോട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു മമതയും ഇല്ലാതെ തന്നെ ശരി കോൺഗ്രസിന് വോട്ട് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിരിക്കുന്ന നഗരസ്വഭാവമുള്ള, പ്രത്യേകിച്ച് പാലക്കാടൻ നഗരസ്വഭാവമുള്ള വോട്ടുകൾ, മുൻ MLAക്ക് ഏതിൻ്റെയൊക്കെയോ പേരിൽ ആനുകൂല്യമായി കിട്ടിയ വോട്ടുകളെ അദ്ദേഹത്തിന്റെ നോമിനിക്കും കൂടി കിട്ടുമെന്നാണ് കോൺഗ്രസ് സ്വപ്നം കാണുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത, ഒരു തരത്തിലും ജനങ്ങളുടെ ഇടയിൽ പൊതുസ്വീകാര്യതയിലേക്ക് വളരാൻ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമെന്ന് കോൺഗ്രസ് ദിവാസ്വപ്നം കാണുകയാണെങ്കിൽ, പക്ഷേ എങ്കിലും നഗരസഭയിൽ 1000 വോട്ടുകളുടെ മാത്രം ലീഡ് BJPക്ക് കിട്ടുന്നു. അവിടെയും BJPയേക്കാൾ 5000-ഓളം വോട്ടുകൾക്ക് പിറകിൽ പോകുന്നു LDF. UDFനേക്കാൾ ഏതാണ്ട് 4,000-നും 5,000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് പുറകിൽ പോകുന്നു. ഇങ്ങനെയാണല്ലോ റീഡിങ്. പക്ഷേ അടുത്ത പഞ്ചായത്തായ പിരായിരിയിൽ വരുമ്പോഴത്തേക്കും അവിടെ UDFന്റെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ മറികടന്നത് പിരായിരിയിലെ വോട്ടുകൾ കൊണ്ടായിരുന്നു UDF. അവിടെയും താങ്കൾ പ്രതീക്ഷിക്കുകയാണോ LDFും UDFും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്ന്? എന്തായാലും BJP 3ാം സ്ഥാനത്തായിരിക്കും പിരായിരിയിൽ എന്ന കാര്യത്തിൽ സംശയം താങ്കൾക്കും ഉണ്ടാവുകയില്ലല്ലോ. പക്ഷേ അവിടെ LDF UDF അന്തരം കുറയുമെന്നാണോ താങ്കൾ പറയുന്നത്? ഇവിടെയാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കൃത്യമായ ഒരു വസ്തുത മുന്നോട്ട് വെക്കുന്നത്. പിരായിരിയിലെ ബൂത്തുകൾ 33 ബൂത്തുകളിൽ ഒരു ഓക്സിലറിയും കൂടി ചേർത്ത് മൊത്തം 34 ബൂത്തുകളാണ്. അതിലെ 8ാമത്തെ റൗണ്ടിൽ 6 ബൂത്തുകൾ പിരായിരിയിലെയും കൂടി കടമെടുത്താണ് 8 ബൂത്ത് മുനിസിപ്പാലിറ്റിയും 6 ബൂത്ത് പിരായിരിയും എണ്ണി 14 ബൂത്ത് തീരും. 9ഉം 10ഉം പൂർണ്ണമായും എണ്ണാൻ പോകുന്നത് പിരായിരിയിലെ 28 ബൂത്തുകളാണ്. ഇവിടെ സ്വാഭാവികമായും UDFന് ഒരു മേൽക്കൈയാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ തുടക്കത്തിലെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ആദ്യത്തെ 7 റൗണ്ടുകളിൽ BJP ലീഡ് ചെയ്തേക്കാം. അത് LDFൽ നിന്നൊരു 4,000 വോട്ട് വരെ ലീഡ് 7ാമത്തെ റൗണ്ടും 8ാമത്തെ റൗണ്ട് കഴിയുമ്പോഴും പ്രതീക്ഷിക്കാം. അതോടുകൂടി പിന്നെ തിരികെ കോൺഗ്രസ് വരും എന്നുള്ളതാണ് ന്യായമെങ്കിൽ അത് അസ്തമിക്കാൻ പോവുകയാണ്. കാരണം പിരായിരിയിലെ 36,329 വോട്ടുകളാണ് ഈ പറയുന്ന 33 അല്ലെങ്കിൽ ഓക്സിലറി ബൂത്തും കൂടി ചേർത്ത് 34 ബൂത്തുകളിൽ ഉള്ളത്.
ഇതിൽ പോൾ ചെയ്ത വോട്ടുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 10,000-ലേറെ വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല പിരായിരിയിൽ. ഈ ഞെട്ടലിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഗ്രാമസ്വഭാവമുള്ള മാത്തൂരിലെയും കണ്ണാടിയിലെയും വോട്ടുകളും കൂടിയായിട്ടുള്ള ഒരു കമ്പാരിസൺ വേണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, 36,329 ഇലക്ടർമാരുള്ള പിരായിരിയിൽ 26,086 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് 10,250 പേർ വോട്ട് ചെയ്തില്ല എന്നാണ് അർത്ഥം. വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി UDFന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ തെരഞ്ഞെടുപ്പ് മെഷീനറി വേണ്ടത്ര ചലിച്ചിട്ടില്ല. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടുത്തെ 8-10 ബൂത്തുകൾ, 10-ലേറെ ബൂത്തുകളുണ്ട്. പക്ഷെ അതിലെ ശക്തി കേന്ദ്രങ്ങളായ 8-10 ബൂത്തുകളിൽ 2 മണിക്ക് ശേഷം ഔട്ട് ബൂത്തുകളിൽ ഇരുന്ന് ഇതൊന്ന് മൊബിലൈസ് ചെയ്യാനുള്ള ആള് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് മാത്തൂരിലെയും കണ്ണാടിയിലെയും വോട്ടുകൾ വെച്ചാണ്. മാത്തൂർ 22 ബൂത്തും കണ്ണാടിയിൽ 21 ബൂത്തുകളാണ് ഉള്ളത്. അത് ഓക്സിലറി ബൂത്തും കൂടി ചേരുമ്പോൾ 22 ബൂത്ത്. അങ്ങനെ ഈ 44 ബൂത്തുകളിലായി മാത്തൂരിൽ 21,710 കണ്ണാടിയിൽ 22,220 അതായത് രണ്ടും കൂടി ചേരുമ്പോൾ 33,900 ചില്ലുവാനം വോട്ടുകൾ. കഷ്ടി 44,000 വോട്ടുകൾക്ക് കുറവ്, 43,900 ചില്ലുവാനം. അവിടെ ഈ പറയുന്ന പിരായിരിയുടെ അതേ ഒരു എക്സ്റ്റൻഷൻ എടുക്കുകയാണെങ്കിൽ 36,000 വോട്ടുള്ള പിരായിരിയിൽ 10,250 വോട്ട് പോൾ ചെയ്തിട്ടില്ലെങ്കിൽ 44,000-ഓളം വോട്ടുള്ള മാത്തൂരും കണ്ണാടിയും ചേർന്ന് 13,000-ന് മുകളിൽ വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കണം. 13,000-ന് മുകളിൽ വോട്ടുകൾ. അത്ഭുതപ്പെടുത്തുന്ന വിധം പറയട്ടെ, 44,000-ഓളം വോട്ടുണ്ടായിട്ടും പിരായിരിയിൽ കുറഞ്ഞ 10,250 പോലും, എന്തിനു പറയുന്നു, 10,000 വോട്ടിന്റെ കുറവ് പോലും മാത്തൂരും കണ്ണാടിയിലും ചേർന്ന് ഇല്ല എന്ന് പറയുമ്പോൾ UDFന് മൊബിലൈസ് ചെയ്ത് ബൂത്തിലെത്തിക്കേണ്ട വോട്ടുകളിൽ തൊടാൻ സാധിച്ചിട്ടില്ല UDFന് എന്നും അത്തരം വോട്ടുകൾ വീട്ടിൽ തന്നെ ഇരുന്നു എന്നുമുള്ളതാണ് വായിക്കേണ്ടത്. മാത്തൂരും കണ്ണാടിയും, അതായത് റൗണ്ട് 11, 12, 13, 14 അവസാനം 2 ബൂത്തുകൾ, 2 മെഷീനുകൾ മാത്രമാണ്. 11, 12, 13 നിന്നും മാത്രം UDFൽ നിന്ന് 5,000-ഓളം വോട്ടിന്റെ മേൽക്കൈ, അതായത് ഈ 44 ബൂത്തുകളിൽ നിന്നായി ആവറേജ് ഒരു ബൂത്തിൽ 100 വോട്ടിന്റെ മേൽക്കൈയിലേക്ക് LDF കുതിക്കുമ്പോൾ അവിടെ തോറ്റടിയാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ 8 റൗണ്ടോളം ലീഡ് ചെയ്ത NDAയും 9ാമത്തെ റൗണ്ടിലും 10ാമത്തെ റൗണ്ടിലും UDF നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിരായിരി പഞ്ചായത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഒരു 500 വോട്ടിന്റെ വ്യത്യാസത്തിൽ UDF ഉണ്ടായേക്കാം. ഈ 34 ബൂത്തുകൾ ഓക്സിലറി ബൂത്ത് അടക്കം എണ്ണുമ്പോൾ അതോടുകൂടി UDFന്റെ ഈ തവണത്തെ പാലക്കാടൻ സ്വപ്നം അവസാനിക്കും. 10 റൗണ്ട് കഴിയുമ്പോഴും UDF ലീഡ് ചെയ്തില്ലെങ്കിൽ, ചെയ്യില്ല എന്നുള്ളത് ഞാൻ അടിവരിട്ട് പറയുന്നു, 11, 12, 13 അത് ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനുള്ള റൗണ്ടുകളാണ്. അവിടെ NDAയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ആവറേജ് 100 വോട്ടിന്റെ വ്യത്യാസമാണ് ഒരു ബൂത്തിൽ കോൺഗ്രസുമായിട്ട് LDF പുലർത്താൻ പോകുന്നത്. അതായത് 4,400-ന്റെ എഡ്ജ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ BJPയിൽ നിന്ന് അത് 6,600-ലേറെ, അതായത് 150 വോട്ട്, ഒരു ബൂത്തിൽ 150-ലേറെ വോട്ടിന്റെ ആവറേജ് ലീഡ് NDAയിൽ നിന്ന് LDF തിരികെ പിടിക്കും. NDAയിൽ നിന്ന് 6,600 വോട്ടിന്റെ ലീഡ് 11, 12, 13 റൗണ്ടുകളിൽ LDF കരസ്ഥമാക്കുന്നതോടുകൂടി. പക്ഷെ താങ്കൾ കണ്ണാടിയെ കുറിച്ചും മാത്തൂരിനെ കുറിച്ചും വലിയ പ്രതീക്ഷ വെക്കുമ്പോൾ കഴിഞ്ഞ തവണ LDFന്റെ ശക്തി കേന്ദ്രം കൂടിയായ ഈ 2 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണത്തെ ലീഡ് എന്ന് പറയുന്നത് 3 അക്കത്തിൽ ഒതുങ്ങി നിന്നതാണ്. ഒരിടത്ത് അതിനേക്കാൾ കുറവായിരുന്നുവല്ലോ, 100-ലും താഴെ ലീഡായിരുന്നു. അതിൽ 2 കാരണങ്ങളുണ്ട്. അതെ, 50 ആയിരുന്നു മാത്തൂർ, 50-60 വോട്ടേ ഉള്ളൂ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ തവണ E. ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ, ഒന്നുകിൽ മതേതര ബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇടതുപക്ഷക്കാർ ആ വോട്ട് ശ്രീധരൻ അനുകൂലമായി ചിന്തിക്കുന്ന ജനവിധി ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ എവിടേക്ക് ചെയ്തു എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ്. 2, LDFന്റെ വോട്ടുകൾ ഓരോന്നും പെറുക്കിയെടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് ആ വോട്ടുകളോ അല്ലെങ്കിൽ അത് ശ്രീധരൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന നേട്ടങ്ങളിലേക്കോ പോകരുത് എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം LDF അനുവർത്തിച്ചു പോകുന്നത്. അതായത് ഓരോ വോട്ടും ശ്രദ്ധിച്ച് വീട്ടിൽ നിന്ന് ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞ തവണ ശ്രദ്ധിച്ചതിന്റെ 100 ഇരട്ടി കണ്ണാടിയിലും മാത്തൂരിലും LDF പ്രവർത്തകർ ഇത്തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല
UDF ഒരുപക്ഷെ ജയിക്കാൻ കാരണമായ ചില്ലറ വോട്ടുകൾ കണ്ണാടിയിലും മാത്തൂരിലും. ശരി, പക്ഷേ സരിൻ, ഈ താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സംശയമാണ് എനിക്കുണ്ടാകുന്നത്. പാലക്കാട് നഗരസഭയിൽ BJP ആ പ്രതാപം നിലനിർത്തിയാൽ UDF-ൽ നിന്ന് വിജയം തട്ടിയെടുക്കുവാൻ LDF-ന് കഴിയും. പക്ഷേ ആ വിജയം ഉണ്ടാവുക BJP-ക്കായിരിക്കും. കാരണം UDF-ന്റെ വിജയം തട്ടിയെടുക്കാൻ LDF-ന് കഴിയുന്നത് പിരായിരിലും മാത്തൂരിലും കണ്ണാടിയിലും UDF വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രയോജനം അന്തിമമായി കിട്ടുക പാലക്കാട് മുനിസിപ്പൽ പ്രദേശത്ത്, അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള പാലക്കാട് മുനിസിപ്പൽ പ്രദേശത്ത് 77,000-ഓളം വോട്ടുകൾ പോൾ ചെയ്ത മുനിസിപ്പാലിറ്റി ഏരിയയിലെ മികവ് കൊണ്ട് BJP-ക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ലേ അത് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, 77,000 വോട്ട് മുനിസിപ്പാലിറ്റിയിലും 60,000 വോട്ട് ഗ്രാമപഞ്ചായത്തുകളിലും. അത് തന്നെയാണ് കണക്ക്. 1,37,000-ന്റെ സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ 77,000 വോട്ട് മുനിസിപ്പാലിറ്റിയിലും 3 പഞ്ചായത്തിലും കൂടി ഈ പറയുന്ന 60,000 വോട്ടുമാണ്. മുനിസിപ്പാലിറ്റിയിൽ ഈ 77,000 വോട്ടിൽ ചില്ലറ മറ്റ് സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ടും നോട്ടയും കിഴിച്ചു കഴിഞ്ഞാൽ 75,000 വോട്ടുകളാണ് 3 മുന്നണികൾക്കായിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ BJP-ക്ക് അനുകൂലമായി വിധി എഴുതി എന്നാണ് BJP വിശ്വസിച്ചിരിക്കുന്നത്. അവിടെ വോട്ടർ ടേൺഔട്ടിലൊന്നും വലിയ കുറവില്ല, ചെറിയ കുറവുള്ള സ്ഥലങ്ങളുണ്ട് താനും. അത് കഴിഞ്ഞ തവണ ശ്രീധരന് കിട്ടിയ വോട്ട് പോലെയുള്ള വോട്ടാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പകരം ഞാൻ പറയുന്നു, കഴിഞ്ഞ തവണ C. കൃഷ്ണകുമാർ 6 മാസങ്ങൾക്ക് മുന്നേ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ലീഡ് ചെയ്തത് 500 ചില്ലുവാനം വോട്ടുകൾ മാത്രമാണ്. സമാനമായൊരു സാഹചര്യമോ ഇനി ഏറിയാൽ ഒരു 3,000 വോട്ടിന് അപ്പുറത്തേക്ക് പോകാത്ത ഒരു സാഹചര്യമോ അല്ലാതെ 28,000-ൽ കൂടുതൽ ഒരു വോട്ട് BJP-ക്ക് അവിടെ ലഭിക്കില്ല. 75,000-ആയി 3 മുന്നണികൾക്ക് കിട്ടേണ്ട, അതായത് 25,000-ന്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ അതിൽ 28 വരെ BJP പിടിക്കും. 25-ന്റെ ബെഞ്ച് മാർക്കിൽ നിന്ന് 23,500-ലേക്ക് ഒരു 1,500 വോട്ട് നമുക്ക് കുറയാം. അതിലും ഒരു 500 വോട്ടും 1000 വോട്ടും കുറഞ്ഞ് 22,500-ലേക്കായിരിക്കും കോൺഗ്രസ് കൂപ്പുകുത്താൻ പോകുന്നത്. താങ്കളുടെ പ്രതീക്ഷകൾ ഇതൊക്കെയാണ്. ഞാൻ C. കൃഷ്ണകുമാറിനെ കൂടി ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ടുണ്ട്. 4,000-ന് മുകൾ വോട്ടിന്. ശരി, എന്തായാലും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ താങ്കൾ പ്രകടിപ്പിക്കുന്ന ഇത്തരം കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. താങ്കൾ കുറച്ച് സമയം കൂടി ഇരുന്നാൽ നല്ലത്. ഇപ്പോൾ C. കൃഷ്ണകുമാറിനെ ഞാൻ ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീ C. കൃഷ്ണകുമാർ, സരിൻ കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ നഗരസഭാ പരിധി ഈ ഒരു ഒറ്റ ലിമിറ്റിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ട് ജയിക്കുവാനാണല്ലോ BJP ഇത്തവണയും ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ നടക്കാതെ പോയ ആ കാര്യം, അതായത് 34,000 വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാത്രം നേടിയിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ വിള്ളൽ ഉണ്ടാകുമെന്നാണ് സരിൻ പറയുന്നത്. അത് മാത്രമല്ല, ആ വോട്ടുകൾ പോകുന്നത് അത് നേരത്തെ UDF-ൽ നിന്ന് BJP പിടിച്ച വോട്ടുകളാണ്, അത് സരിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അത് മാത്രമല്ല, ബാക്കി 3 പഞ്ചായത്തുകളിലും UDF-നെ കഴിഞ്ഞ തവണത്തെ പോലെ മുന്നേറാൻ അനുവദിക്കില്ല. കണ്ണാടിയിലും മാത്തൂരിലും ആകട്ടെ കഴിഞ്ഞ തവണത്തെ നിസാര ലീഡ് ആയിരിക്കുകയില്ല LDF-ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ഫലത്തിൽ LDF-ന്റെ വിജയമാണ് അദ്ദേഹം പറയുന്നത്. C. കൃഷ്ണകുമാർ, താങ്കളുടെ പ്രതികരണം? അല്ല, ഞാൻ അത്ഭുതത്തോടു കൂടി കേൾക്കുകയായിരുന്നു. സരിന് 21ത്തെ ഇലക്ഷനെ കുറിച്ച് മാത്രമാണ് സരിൻ പറയുന്നത്. അതിനുശേഷം 24-ലൊരു ഇലക്ഷൻ നടന്നല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ മത്സരിച്ചത്. ഏറ്റവും ശക്തമായിട്ട് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ മിഷനറി എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയാലോ. സരിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഇരട്ടി വേഗതയിലും ഇരട്ടി ശക്തിയിലും പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ. CPM-ന് പാലക്കാട് നഗരസഭാ പരിധിയിൽ കിട്ടിയ വോട്ട് എത്ര? വിജയരാഘവന് 16,356. 16,356 വോട്ടാണ് ലഭിച്ചത്. അതിനേക്കാൾ കൂടുതൽ ഒരു പ്രവർത്തനമൊന്നും CPM-ന് പാലക്കാട് നഗരത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ, പഞ്ചായത്തുകളിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്ത് അടിസ്ഥാനത്തിലാണ് സരിൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ച ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ CPM-ന് കിട്ടിയിരിക്കുന്നത് 16,356 വോട്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശ്രീ C. കൃഷ്ണകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നോക്കുന്നതെങ്കിൽ അവിടെ BJP കിട്ടിയ വോട്ടുകളും പറയേണ്ടതാണ്. CPM-ന് ലഭിക്കാവുന്ന പരമാവധി വോട്ട്, ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പല്ല പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് പരിശോധിക്കൂ, 2019 പരിശോധിക്കൂ, 2016 പരിശോധിക്കൂ. CPM-ന് പാലക്കാട് നഗരപരിധിയിൽ ലഭിച്ച വോട്ടുകളൊന്നും നിങ്ങൾ പരിശോധിക്കേ. അത് 16-ല് NN കൃഷ്ണദാസ് മത്സരിക്കുന്ന സമയത്തും 21-ൽ പ്രമോദ് മത്സരിക്കുന്ന സമയത്തും 24-ൽ
എ വിജയരാഘവൻ മത്സരിക്കുന്ന സമയത്തല്ല CPM നഗരപരിധിയിൽ കിട്ടുന്ന വോട്ട് അതാണ്. അതിന്റെ ഇടയിൽ ഒരു കാര്യം 2006 17 നഗരസഭാ കൗൺസിലർമാരുണ്ടായിരുന്ന CPM ഇന്ന് പാലക്കാട് നഗരത്തിൽ എത്ര കൗൺസിലർമാരാ? 7. 10 വാർഡുകളാണ് കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ CPM നഷ്ടപ്പെട്ടിരിക്കുന്നത്. 7 വാർഡുകൾ മാത്രമാണ് CPM ഒതുങ്ങിയിരിക്കുന്നത്. CPM പല പ്രദേശങ്ങളിലും ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ 2000 മത്സരിക്കുന്ന സമയത്ത് CPM സിറ്റിംഗ് വാർഡാണ് 25-ാം നമ്പർ ബൂത്ത് ഉൾക്കൊള്ളുന്ന CPM അന്നത്തെ ജില്ലാ സെക്രട്ടറി T ശിവദാസ മേനോൻ, പിന്നീട് NN കൃഷ്ണദാസ് ഇപ്പൊ താമസിക്കുന്ന ബൂത്ത് 25. ഒരു കാലത്ത് CPM 400ഓളം വോട്ടുണ്ടായിരുന്ന ആ ബൂത്തിൽ നിന്ന് CPM കഴിഞ്ഞ 2001 ശേഷം ഇന്ന് വരെ കിട്ടുന്നത് 100 ചില്ലാനും വോട്ടാണ്. NN കൃഷ്ണദാസ് MP ആയിരിക്കുമ്പോൾ പോലും അതാ കിട്ടുന്നത്. കൊപ്പം ഞാൻ 2015 ജയിച്ച വാർഡ്, അവിടെ എന്താ CPM സ്ഥിതി? ഇന്ന് 2010 ഞാൻ ജയിച്ച വാർഡ് CPM സ്ഥിതി എന്താണ്? അപ്പൊ CPM പാലക്കാട് നഗരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് താഴോട്ട് പോകണം. സരിന് എനിക്ക് തോന്നുന്നത് പാലക്കാട് നഗരത്തിലെ അസംബ്ലിയിലത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല, വോട്ടിങ്ങിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. UDF വോട്ടിൽ മാറ്റം വന്നിട്ടുണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ C കൃഷ്ണകുമാർ. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണ ഉണ്ടാവുകയില്ലല്ലോ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാലക്കാട് നഗരത്തിൽ പുറകിൽ പോയിട്ടുണ്ടോ? 2 മുന്നണികൾക്കും പുറകിൽ പോയിട്ടുണ്ടോ? കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഞങ്ങളാണ് പാലക്കാട് നഗരത്തിൽ ഭൂരിപക്ഷത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാവും. ഞങ്ങളെ മറികടന്ന് 2 മുന്നണികൾക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഭൂരിപക്ഷത്തിൽ ഇനി കുറവുണ്ടാകാൻ പറ്റില്ലല്ലോ. ഒരു 8000 വോട്ടിന്റെ എങ്കിലും ഭൂരിപക്ഷം പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ നിന്ന് കിട്ടണ്ടേ C കൃഷ്ണകുമാർ? ഇത്തവണ നിങ്ങൾ വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ചു. 80%, 78 മുതൽ 84% വരെ പോളിംഗ് നടന്ന ബൂത്തുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ ബൂത്തുകളെല്ലാം ഞങ്ങളുടെ 1-2 ബൂത്തുകൾ ഒഴികെ ബാക്കി ബൂത്തുകളെല്ലാം BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആ പോളിംഗ് നടന്നിട്ടുള്ളത്. ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാനുള്ള ഒരു ആസൂത്രണം ഞങ്ങൾ നടത്തിയിരുന്നു, ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. കഴിഞ്ഞ 5000 മുതൽ 5500 വരെ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് 21-ലും 24-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾക്ക് പോൾ ചെയ്യാൻ വന്നാൽ അത് ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് കൃത്യമായിട്ട് പോൾ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 75-80% വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം. പോളിംഗ് എന്തെങ്കിലും പാലക്കാട് നഗരത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അത്തരം കുറവൊന്നും ഞങ്ങളെ ബാധിക്കില്ല. അത് ബാധിക്കാൻ ശരിക്കും 2000 വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? 79,000-ൽ നിന്ന് 77,000 കുറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണല്ലോ. അത് ബാധിക്കാൻ പോകുന്നത് ആരെയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് കാണാം. UDFനെയാണ് ബാധിക്കാൻ പോകുന്നത്. UDFന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ 75-80% വോട്ടുകൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ കിട്ടിയിരുന്നത് UDFനാണ്. ഇത്തവണ അതിൽ വലിയ വിള്ളലാണ് വരാൻ പോകുന്നത്. അതിൽ 50%-ലധികം വോട്ട് ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ലഭിക്കും. അത് UDFന് ഉണ്ടാക്കാൻ പോകുന്ന കുറവ് 2000-2500 വോട്ടിന്റെ കുറവാണ്. അത് UDFന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്ലസ് ആണ്. 2021-ൽ ഞങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ വോട്ട് മുനമ്പം പോലെയുള്ള വിഷയങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. 2021-ൽ ഇവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല. ഇന്ന് 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ മത്സരിക്കുന്നുണ്ട്. താങ്കളുടെ അവകാശവാദം BJPക്ക് ഇത്തവണ ജയിക്കാൻ കഴിയുമെന്നാണ്. സരിൻ എന്തോ ഒരു സംശയം പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെച്ച്. എന്താണത് സരിൻ? ഞാനൊരു ഇടപെടൽ, അത് അദ്ദേഹം ശ്രീകുമാർ സമയം ചോദിച്ചപ്പോൾ ഞാൻ പിൻവാങ്ങിയതാണ്. അദ്ദേഹം ബോധപൂർവം കൺവീനിയന്റായി മറയ്ക്കുന്ന ഒരു വർഷമുണ്ട്. അത് 2019 അദ്ദേഹം 2016 നിയമസഭ പറയുന്നു, 2021 നിയമസഭ പറയുന്നു, 2024 ലോക്സഭ പറയുന്നു. സ്വാഭാവികമായും 2016-നും 21-നും ഇടയ്ക്കുള്ള 2019 ലോക്സഭയും കൂടി അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പറയണമായിരുന്നു. അവിടെ MP രാജേഷ് ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP സ്ഥാനാർത്ഥിയോട് തോറ്റത് 11,000 ചില്ലുവാനം വോട്ടുകൾക്കാണ്. അപ്പോ പാലക്കാട് നഗരസഭയിലും പാലക്കാട് നിയോജക മണ്ഡലത്തിലും ലഭിച്ച വോട്ട് 44,500
ഓർക്കണം, MP രാജേഷ് പാർലമെന്റിലേക്ക് പിടിച്ച ആ 44,500 എന്ന് പറയുന്ന ബേസ് ലൈൻ സംരക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മഞ്ജുഷോട് അതുകൂടി പറഞ്ഞ് ഞാൻ വിടവാങ്ങുകയാണ്. കാരണം 7:30 ഞാൻ മറ്റൊരു ചർച്ച കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മഞ്ജുഷോട് സൂചിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, 1,35,000 വോട്ടുകൾ മാത്രമാണ് 3 മുന്നണികൾക്കുമായിട്ട് എണ്ണേണ്ടി വരുന്നത്. ബാക്കിയുള്ളത് മറ്റുള്ളവർക്കും നോട്ടയ്ക്കുമായി പോകും. അതായത് 45,000 വോട്ട് വീതം 3 മുന്നണിയും പിടിക്കുന്നു എന്നുള്ള അസംഷൻ 3 മുന്നണിയും ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പോകുന്നത് ആരാണെങ്കിലും. അതിന്റെ അർത്ഥം ത്രികോണ മത്സരം ശക്തമായി നടന്നു എങ്കിൽ ഒന്നാമതെത്തുന്നവരും മൂന്നാമതെത്തുന്നവരും തമ്മിൽ 5,000-ൽ കുറഞ്ഞ വോട്ടുകളുടെ മാത്രമാണ് വ്യത്യാസം. ഒന്നാമതും രണ്ടാമതും തമ്മിൽ ഒരു 2,000 വോട്ടും 2ഉം 3ഉം തമ്മിൽ മറ്റൊരു 2,000 വോട്ടും വരെയാകാം. അതിനർത്ഥം 50,000 വോട്ട് പോലും പിടിക്കാതെ ഒരു മുന്നണിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ ജനാധിപത്യ വിധിയെഴുത്തായിരിക്കും ഇവിടെ. അതിനർത്ഥം 48,000-ഓളം വോട്ടുകൾ കരസ്ഥമാക്കിയാൽ ജയിക്കാൻ സാധിക്കും എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു. 2019 മുനിസിപ്പാലിറ്റിയിൽ താരതമ്യേന മികച്ച പ്രകടനം നടത്തിയ MP രാജേഷ് അസംബ്ലിയിൽ അന്ന് ഇത്ര വോട്ട് പോലും പോൾ ചെയ്യാത്ത അസംബ്ലിയിൽ 44,000 വോട്ട് പിടിച്ചു എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഇത്തവണത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള പരിവേഷത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന നിഷ്പക്ഷ സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപക്ഷെ നിസ്സംഗരായി വീട്ടിലിരുന്ന് ബൂത്തിൽ പോകുന്നത് രണ്ടാമത്തെ പ്രയോറിറ്റിയായി മാത്രം കണ്ടിരുന്നവരെ ബൂത്തിൽ എത്തിക്കാൻ ആദ്യമായി കഴിഞ്ഞു. കഴിഞ്ഞ 8-10 വർഷമായി പോളിംഗ് ഏജന്റുമാർക്ക് ടിക്കറ്റാൻ ഭാഗ്യം കിട്ടാത്ത പേരുകൾ ഇത്തവണ 40, 50, 60 വയസ്സ് തികഞ്ഞവർ ബൂത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന്, ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. വളരെ കൺവീനിയന്റ് ആയി ഞാൻ പറയുന്നു, 44,000-ഓളം വരുന്ന ബേസ് വോട്ടുകളിൽ നിന്ന് 5,000-നും 6,000-നും ഇടയ്ക്കുള്ള നിഷ്പക്ഷ സ്വതന്ത്ര വോട്ടുകളും നേടി കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന 1,35,000 വോട്ടുകൾ വീതം വെക്കുമ്പോൾ 50,000-ൽ കുറയാത്ത വോട്ടുകൾക്ക് LDF ഒന്നാമതെത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ജനങ്ങൾ അറിഞ്ഞു നൽകുന്ന. ശരി, എന്തായാലും താങ്കൾ കണക്കുകൾ നിരത്തി പറയുകയാണ്. എന്തായാലും എല്ലാ ആശംസകളും നേരുകയാണ്. എല്ലാ ആശംസകളും താങ്കൾക്ക് നേരുകയാണ്. ഒപ്പം ശ്രീ C കൃഷ്ണകുമാർ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? സരിന്റെ അവകാശവാദം ഇതാണ് കേട്ടോ, 50,000-ൽ കുറഞ്ഞ വോട്ടുകൾ നേടിയാൽ പോലും ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഞാൻ പറയാം, എന്ത് അടിസ്ഥാനത്തിലാണ് 44,000 CPM-ന്റെ അടിസ്ഥാന വോട്ടായി പറയുക? പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളില് അതിന്റെ പരിസരത്തെങ്കിലും വരാൻ CPM-ന് സാധിച്ചിട്ടുണ്ടോ? NN കൃഷ്ണദാസ് 21-ൽ 36,000 വോട്ട് പ്രമോദ് നേടി. ശ്രീ A വിജയരാഘവന് ലഭിക്കുന്നത് 34,000. പടവലങ്ങ പോലെ താഴോട്ടല്ല CPM പോകുന്നത്. 44,000 ഒരു തെരഞ്ഞെടുപ്പിൽ 44,000 വോട്ട് കിട്ടിയ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ 3,000-4,000 വോട്ട് കുറയാം, അല്ലെങ്കിൽ 3,000-4,000 വോട്ട് വർദ്ധിക്കാം. ഞങ്ങളുടെ കാര്യം പരിശോധിക്കൂ. 2019-ൽ ഞാനാണ് ലോക്സഭയിൽ മത്സരിച്ചത്. അന്ന് LDF-ന് 44,000 വോട്ട് ലഭിച്ച സമയത്ത് എനിക്ക് 40,000 വോട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. 2024-ൽ എന്റെ വോട്ട് കുറയല്ല പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് 3,000-ഓളം വോട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് 44,000 വോട്ട് 2019-ൽ ലഭിച്ച LDF-ന് 2024-ലെ 5 വർഷം കഴിഞ്ഞ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ചിട്ട് പോലും 10,000 വോട്ടാ കുറയുന്നത്. 10,000 വോട്ട്, 1-2 വോട്ടല്ല, 10,000 വോട്ടാ കുറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് സരിൻ പറയുന്നത് അത് LDF-ന്റെ ബേസ് വോട്ടാണെന്ന്? ശരി, ശ്രീ C കൃഷ്ണകുമാർ, എന്തായാലും താങ്കൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. രണ്ടുപേരും വിജയത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തതിന് ഡോക്ടർ P സരിൻ, ശ്രീ C കൃഷ്ണകുമാർ. ശ്രീ ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ, ഒപ്പം ശ്രീ ഉല്ലാസ് ബാബു BJPക്ക് വേണ്ടി, ഒപ്പം ശ്രീ TM ശശി CPM-ന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ആദ്യം ശ്രീ ശ്രീകുമാർ മനയിൽ, ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കിട്ടിയില്ല, അദ്ദേഹത്തെയും ട്രൈ ചെയ്തതായിരുന്നു, കിട്ടിയില്ല. ശ്രീകുമാർ മനയിൽ, ഈ രണ്ടുപേരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അത് ഡോക്ടർ P സരിൻ കണക്കുകൾ നിരത്തിയുള്ള അവകാശവാദമാണ്. C കൃഷ്ണകുമാർ പതിവ് പോലെ നഗരസഭയിലെ ആ വോട്ട് കൊണ്ട് തന്നെ ജയിച്ച് കയറാം എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് താങ്കൾ പാലക്കാടിനെ കുറിച്ച് പറയുവാനുള്ളത്? മഞ്ജുഷ്, കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. ഹലോ സരിൻ, ഞാൻ ഈ മാത്തമാറ്റിക്കൽ ഡിസ്പ്ലേ നമ്മൾ പറയുന്ന കണക്കുകൾ കൊണ്ടുള്ള കളിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും കണക്കുകൾ കൊണ്ട് കളിക്കണം. കൃഷ്ണകുമാറും സരിനും ഒക്കെ സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ കണക്കുകൾ കൊണ്ട് കളിക്കണം. അപ്പം ഞാൻ ആ മണ്ഡലത്തിന് പുറത്തുള്ള ഒരാളായതുകൊണ്ട്, ഒരു തവണ മാത്രം അവിടെ പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് കണക്കുകളേക്കാൾ പറയാനുള്ളത് മറ്റ് ചില കാര്യങ്ങളാണ്. ഈ 2019-ലെയും 21-ലെയും 16-ലെയും കണക്കെടുത്ത് വെച്ചുകൊണ്ട്
വിലയിരുത്താൻ പറ്റിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നില്ല ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2021 തെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും ഒക്കെ, പ്രത്യേകിച്ച് 2021 തെരഞ്ഞെടുപ്പിൽ വളരെ കടുത്ത മത്സരത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നേരത്തെ പറഞ്ഞ പിരായിരി പഞ്ചായത്തിലെ UDF വിജയിക്കാൻ CPM ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. 2021 UDF വിജയിക്കണമെന്ന് CPM ആഗ്രഹിച്ചത് കൊണ്ടാണ് ഷാഫി പറമ്പിലിന് ഒരു വളരെ മികച്ച ഭൂരിപക്ഷം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തവണ കാരണം വെച്ചാൽ അവിടുത്തെ ആ മണ്ഡലത്തിന്റെ സ്വഭാവവും ആ വോട്ടിങ്ങിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ 2021 ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് തികച്ചും കൃത്യമായിട്ട് ഈ CPM വോട്ടുകൾ ഷാഫിക്ക് ലഭിച്ചത് കൊണ്ടാണ്. അങ്ങനെ ആര് നിഷേധിച്ചാലും അത് തെറ്റാണ്, അങ്ങനെയാണ്. അതുകൊണ്ട് പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായോ? കാരണം UDFന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ആര് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കുകയില്ല. കാരണം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മറ്റ് നേതാക്കന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു ആപ്റ്റായ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ UDF ഇത്തവണ വിജയിക്കണമോ അല്ലെങ്കിൽ UDF വിജയിച്ച് കയറണമോ എന്ന് CPM ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പണ്ട് ആരോപിക്കാറില്ല ക്രോസ് വോട്ടിംഗ് പോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകേണ്ടത്. അത്തരം വല്ലതും അവിടെ സംഭവിച്ചിട്ടുണ്ടോ? കാരണം പേഴ്സൻറ്റേജ് കുറഞ്ഞു, ഇപ്പൊ പാലക്കാട് ഈ പഞ്ചായത്തുകളിൽ വോട്ട് ടേൺ ഔട്ട് കുറഞ്ഞു, നഗരസഭയിൽ BJPക്ക് സ്വാധീനമുള്ള നഗരസഭയിൽ കൂടി, പക്ഷെ അങ്ങനെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ല. ശ്രീകുമാർ മനയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാൾ വോട്ടുകൾ കുറഞ്ഞത് നഗരസഭ പരിധിയിലാണ്. അത് BJP അത് പറയുന്നത് ഞങ്ങൾക്ക് ശക്തിയുള്ള ബൂത്തുകളിലല്ല അങ്ങനെ വോട്ടുകൾ കുറഞ്ഞത് എന്നാണ്. പിന്നെ പിരായിരി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്ത്, ഇവിടെയൊക്കെ വളരെ ചെറിയ തോതിൽ മാത്രമേ, കുറച്ച് വോട്ടുകൾ മാത്രമേ 2021 അപേക്ഷിച്ച് കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ വോട്ടർമാരുടെ എണ്ണം കൂടിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായാലും പെർസെന്റേജിൽ ഒരുപാട് വ്യത്യാസം വരും. അതാണ് ഉണ്ടായിരിക്കുന്നത്. വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ മൊത്തം എണ്ണം പറയുകയാണെങ്കിൽ ഈ മണ്ഡലം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 5000-ഓളം വോട്ടുകളുടെ കുറവാണ്. മഞ്ജുഷ, അതാണ് ഒരു പ്രശ്നം. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ വോട്ടിങ് നമ്മൾ ഉദ്ദേശിച്ചുള്ള ഈ പ്രത്യേകിച്ച് പാലക്കാട് പോലത്തെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 5000 വോട്ട് എന്ന് പറയുന്നത്, ഈ 5000 വോട്ട് എവിടുന്നാണ് കുറഞ്ഞതെന്ന് നമ്മൾ നോക്കണം. ഈ 5000 വോട്ട് അല്ലെങ്കിൽ വോട്ടുകൾ കുറഞ്ഞത് അല്ലെങ്കിൽ വോട്ടുകൾ ചെയ്യാതെ പോയത് എവിടെ നിന്നാണെന്ന് നോക്കുമ്പോഴാണ് നാളെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ആശങ്ക വരുള്ളൂ. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു 5000-നും 6000-നും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സാധ്യത അട്ടിമറിഞ്ഞു പോകാൻ, ആ സാധ്യത നിങ്ങളത് അണ്ടർലൈൻ ചെയ്യണം, ആ സാധ്യത അട്ടിമറിഞ്ഞു പോകാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഈ സമയത്ത് നമുക്ക് പരിശോധിക്കാൻ പറ്റൂ. ബാക്കി കണക്കിലെ കളികളെല്ലാം വോട്ട് ചെയ്ത് നമ്മൾ പെട്ടിയിൽ അല്ലെങ്കിൽ മെഷീനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കണക്കിലെ കളികൾക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷെ പിന്നെ പ്രസക്തി ഉള്ളത് ഈ അന്തനാടകങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ പൊളിറ്റിക്സ് എപ്പോഴും പോകുന്നു. പക്ഷേ താങ്കൾ സ്ഥാനാർത്ഥിയുടെ വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളാണ്. UDF സ്ഥാനാർത്ഥിയാണ് വിജയിക്കുക എന്നുള്ള പ്രതീക്ഷ പുലർത്തുന്നയാളാണ് താങ്കൾ. ഞാൻ പ്രതീക്ഷിക്കുന്ന ആളാണ്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മേൽ വെള്ളം കോരി ഒഴിക്കാൻ തക്ക തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസവും അതിന് തൊട്ട് തലേദിവസവും അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഫലം അവിടെ വന്നേക്കാം. അങ്ങനെയുള്ള ചില സന്തോഷ പ്രകടനങ്ങൾ ഈ BJPയുടെ ഭാഗത്തു നിന്നും LDFന്റെ ഭാഗത്തു നിന്നും വന്നതായിട്ട് എനിക്ക് ആ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇവിടെ ഈ നാരോ മാർജിനിലാണ് അവിടെ വിജയിക്കാൻ പറ്റുകയുള്ളൂ ആർക്കും. അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ പണ്ട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ബാലകൃഷ്ണ പിള്ളയൊക്കെ 40,000 വോട്ട് ജയിച്ച പോലെ ഇനി ഉപതെരഞ്ഞെടുപ്പിലൊന്നും ആരും ജയിക്കില്ല. അപ്പൊ വളരെ നാരോ മാർജിനിലാണ് പാലക്കാട് പോലത്തെ സ്ഥലത്ത് ഈ ഒരു ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും കയറി പോരാൻ സാധ്യതയുള്ളൂ. ഈ 5000, 4000 ആ ഒരു കാറ്റഗറിയിൽ നിൽക്കും. അപ്പോൾ ഈ 4000 വോട്ട് എന്നൊക്കെ പറഞ്ഞ തലേ ദിവസം അട്ടിമറിക്കാൻ എളുപ്പമുള്ള ഒരു പാറ്റേണാണ് 4000 വോട്ടെന്നൊക്കെ പറഞ്ഞത്. 4000 കാരണം വടക്കേക്കര ഇലക്ഷനിൽ 2001 അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ്. കാരണം വെച്ചാൽ ഒരു 3000-4000 വോട്ടൊക്കെ പെട്ടെന്ന് ഒരു രാത്രിയോട് അട്ടിമറിഞ്ഞ് ഞാൻ അവിടെ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ 3000 വോട്ടെന്നൊക്കെ പറയുന്ന
എങ്ങനെ വേണമെങ്കിലും അട്ടിമറിക്കാൻ കഴിയുന്ന വോട്ടാണ്. പക്ഷേ ശരി, ശ്രീ ഈ പറയുന്ന പോലെ കൃത്യമായ രാഷ്ട്രീയ സംഭവിച്ചിട്ടുണ്ടോ? ഇത് തന്നെയാണ് അവിടെ ഡീലിന്റെ നടന്നതെങ്കിൽ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീകുമാർ മനയിൽ പറയുന്നത്. മാത്രമല്ല BJP ക്യാമ്പ് വലിയ ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആഘോഷങ്ങൾ തുടങ്ങിയ പോലെയാണ് BJP ക്യാമ്പിൽ. എന്താണ് ഇത്തരം ഒരു ആത്മവിശ്വാസത്തിന് കാരണമെന്ന് അറിയില്ല. എന്തായാലും LDFന്റെ സരിനാണ് ഇത്രമാത്രം ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുന്നത്. നേതാക്കൾക്ക് അത്രമാത്രം ആത്മവിശ്വാസമുണ്ടോ LDFനെ കുറിച്ച്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും യാതൊരു ആത്മവിശ്വാസത്തിന് കുറവില്ല. നിങ്ങൾ 20-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ് മീറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 100% വിജയം ഉറപ്പിച്ചു നിൽക്കുന്നവരാണ്. അതിന് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് മാത്രമല്ല, അവിടെ പ്രശ്നം വെച്ചാല് ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞ സ്ഥലങ്ങൾ എവിടേക്കാണ്. അത് മുനിസിപ്പാലിറ്റിയിലാണ്, പിരായിരിയിലാണ്. എന്നാൽ മാത്തൂരും കണ്ണാടിയിൽ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുണ്ട്, മോശമില്ലാണ്ട് കൂടിയിട്ടുണ്ട്. ആ കൂടിയത് എങ്ങനെയാണ് കൂടിയത്? കഴിഞ്ഞ 2-3 തവണയായി 3-ാം സ്ഥാനത്ത് വരുമ്പോൾ ഇടതുപക്ഷ വോട്ടർമാര് എന്തിനാണ് ഇനി പറഞ്ഞ വോട്ട് ചെയ്യാൻ പോയിട്ട് എന്തിനാണ് അങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മടിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ വോട്ടർമാർ മുഴുവൻ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിച്ച് വളരെ കൃത്യമാണ്. എന്നിട്ട് ഇത്തവണ ഞങ്ങൾ ജയിക്കും എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ മാധ്യമപ്രവർത്തകരാണെങ്കിലും മറ്റു LDF ആണെങ്കിലും BJP ഞങ്ങൾ ഒരു തെളിവല്ലേ. പിന്നീട് ഞങ്ങൾ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയ അവസാനം ഇപ്പൊ പോലും ഞങ്ങളും പ്രധാന ത്രികോണ മത്സരം ഇഞ്ചോടിഞ്ച് മത്സരമാണെന്ന് മാധ്യമപ്രവർത്തകരും അല്ലാത്ത പൊതുസമൂഹം പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയല്ലോ ഞങ്ങൾ. ആ എത്തിയതിന്റെ കാരണം തന്നെ ഇവിടെ ഇത്തവണ ജയം ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ടാണ്. യാതൊരു സംശയം കൊണ്ടുകൊണ്ട അവിടെ ജനങ്ങൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതുകൊണ്ടാണ് പിരായി കഴിഞ്ഞ ഷാബി പറഞ്ഞു പിരായി വോട്ട് നന്നായി കുറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ശേഷി കുറവാണ്, താരതമ്യേന തീരെ ഇല്ലാന്നല്ല, BJPയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് ഞങ്ങൾക്ക് കുറവാണ്. പക്ഷെ ആ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കുറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് സ്വാധീന മേഖല ഏതാണ്? കണ്ണാടിയും മാത്തൂർ പഞ്ചായത്തും നന്നായി കയറി. എന്നാൽ മുനിസിപ്പാലിറ്റിയിലും പിരായിലും ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ കിട്ടുകയും ആ അപ്പുറത്തുള്ള വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. BJPക്കും UDFനും വോട്ട് ചെയ്യേണ്ടതാണ് ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം BJPയെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് UDFന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. നേരത്തെ പലവട്ടം ജാതികൾ നമ്മൾ ചർച്ച ചെയ്താണ്. വടകരയിലേക്ക് ഒരു കാരണവശാലും ഷാഫിക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഇല്ല. എന്നിട്ടും ഷാഫിയെ കൊണ്ട് എത്തിച്ചിട്ട് പ്രശ്നത്തിൽ ഉണ്ടാക്കിയത് UDFന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് BJPക്ക് എന്തിനാ വോട്ട് ചെയ്യാൻ ആളുകൾ എങ്ങനെ BJPക്ക് ആളുകൾ വോട്ട് ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൽ എത്ര കോരുന്ന കാണിക്കുമ്പോൾ BJPക്ക് ആളുകൾ വോട്ട് ചെയ്യോ? BJPക്ക് വോട്ട് ചെയ്യില്ല. അത് കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ വളരെ അദ്ദേഹം നാളെ രാവിലെ 11 മണി 10 മണി വായിച്ചുകൊണ്ടിരിക്കുന്നോട്ടെ. പക്ഷെ BJPക്ക് കഴിഞ്ഞ നിങ്ങൾ എഴുതി വെച്ചോളൂ, കഴിഞ്ഞ തവണ ഈ ശ്രീധരന് കിട്ടിയ വോട്ടിന്റെ 7 അയലെത്താൻ കൃഷ്ണകുമാറിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നെങ്കിൽ വോട്ട് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. സ്ഥാനാർത്ഥികളാണെങ്കിലും ഈ കോൺഗ്രസിന്റെ പാലക്കാട് മണ്ഡലത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരു നിലയിലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ വോട്ട് പിടിക്കാൻ കഴിയില്ല. എന്താ ചെയ്യാ? നിഷ്പക്ഷവാദികളുടെ വോട്ടും ഇടതുപക്ഷത്തിന്റെ നേരെ പറഞ്ഞില്ല, സൈന്യം പറഞ്ഞിട്ട് പോയി. 2019 ഇടതുപക്ഷത്തിന്റെ ബേസ് വോട്ടുണ്ട്, അത് 44,000 ആ 44,000 വോട്ട് പ്ലസ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരുന്ന പ്രത്യേകത അതല്ലാതെ ശരി. ശ്രീ TM ശശി, നിങ്ങളുടെ ആത്മവിശ്വാസം അങ്ങനെയാണ്. പക്ഷേ ഈ ബേസ് വോട്ട് എന്നൊക്കെ പറയുമ്പോൾ അവസാനം വന്നത് നിൽക്കുന്നത് 34,000 എന്നുള്ള ബേസ് വോട്ടിന്റെ കണക്കിലാണ്. കാരണം PB അംഗം മത്സരിച്ച സമയത്ത് പോലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ഈ കണ്ണാടി മാത്തൂർ പഞ്ചായത്തിലൊക്കെ വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുമെന്ന് LDF പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും BJPയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങളൊരു പുഞ്ചിരിയോടുകൂടി ഈ അവകാശവാദത്തെ സ്വീകരിക്കുകയാണോ? കാരണം LDFും അവകാശവാദം ഉന്നയിച്ചു വരുമ്പോൾ LDFിലും UDFിലുമായിട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. അവിടെ BJPക്ക് പാലക്കാട് നഗരസഭയിലെ വോട്ടിന്റെ ബലത്തിൽ വിജയമുണ്ടാകാൻ പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ആഘോഷത്തിന്റെ പ്രതീതി കാണുന്നത്? അല്ല, ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസവും അവർ പ്രവർത്തിച്ച അവരെടുത്തിട്ടുള്ള കഷ്ടപ്പാടുകൾ പരിപൂർണമായിട്ട്, അല്ലെങ്കിൽ അവർ സമൂഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായിട്ട് അവര് ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രിയ വോട്ടർമാർ. ഞങ്ങൾ അതിനുള്ള ഒരു രീതിയിലായിരുന്നു ഇപ്രാവശ്യത്തെ വർക്കുകളെ ക്രോഡീകരിച്ചത്. ശശിയേട്ടൻ പറയണത് നോക്കണ്ട, ശശിയേട്ടന്റെ പാർട്ടി ജയിക്കില്ലെന്ന് ശശിയേട്ടനാണ് ഈ ഇരിക്കുന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായാലും ജയിക്കില്ല, നിങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട. അവർ പറഞ്ഞ
പിന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ഈ BJP-ക്കാര് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് നാളെ കാണാമല്ലോ. ഇനി ഒരു 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കാണാം BJP-ക്കാരെ വോട്ട് ചെയ്യുന്നത്. അതിന് മുൻപ് മഞ്ജുഷ, ഞങ്ങൾ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഞാൻ മഞ്ജുഷിനോട് പറയണം. കാരണം കള്ളപ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ദിവസമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, 19-ാം തീയതി. ആ 19-ാം തീയതി ഇവർ വയനാട്ടിൽ നടത്തിയിട്ടുള്ള പരിപാടി എന്തിനായിരുന്നു? ആ തട്ടിപ്പ് ഇന്ന് കേരളം കൃത്യമായി മനസ്സിലായില്ല. മഞ്ജുഷ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അതൊന്ന് കേരള സമൂഹത്തിനോട് പറയണം. 13-ാം തീയതി മാത്രം കൊടുത്ത റിപ്പോർട്ടിനെ പറഞ്ഞ് ഈ വയനാടിന്റെ കാര്യം പറഞ്ഞ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇവർ വയനാട് വിഷയമാക്കി, നിങ്ങൾ മാധ്യമങ്ങൾ വിഷയമാക്കി, ഇവർ കള്ളഹർത്താൽ നടത്തി. അപ്പൊ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ സമയത്ത് 13-ാം തീയതിയാണ് അത് കൊടുത്തിട്ടുള്ളൂ എന്നും ഇവർ അർജന്റായി ചോദിച്ചിട്ടുള്ള 214 കോടിയിൽ 154 കോടി രൂപ കേന്ദ്രം കൊടുത്തുവെന്നും 2219 കോടി രൂപ ചോദിച്ചതിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം പരിഗണിക്കാമെന്നും എല്ലാം വളരെ കൃത്യമായി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചയുടെ വിഷയം അതല്ല എങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ, ഞങ്ങൾ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിരുന്നു എന്നുള്ളത് ഇന്ന് ഹൈക്കോടതിയിൽ കൃത്യമായി പറഞ്ഞതും കൂടി മഞ്ജുഷിനെ അറിയിക്കാൻ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മഞ്ജുഷ മുനിസിപ്പാലിറ്റിയിലെ പ്രായിരിയില്, അതേപോലെ തന്നെ കണ്ണാടിയില്, അതേപോലെ തന്നെ മാത്തൂരില് BJP-യെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മുന്നോട്ടം ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കർഷകൻ എന്ന് പറയപ്പെടുന്ന വലിയൊരു വിഭാഗമുണ്ട് ഈ പിരായിരിയിലും ഈ കണ്ണാടിയിലും ഈ മാത്തൂരിലും. ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇതുവരെ നെല്ല് അവിടെ സംഭരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇവരുടെ സർക്കാർ മകരക്കൊയ്ത്ത് കഴിഞ്ഞവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല ഇവരുടെ സർക്കാർ. ആ കർഷകർ ഇവർക്ക് വോട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്? അത് പ്രതീക്ഷിച്ചുവെങ്കിൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാണ്. സരിൻ ജയിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് തൃശ്ശൂരിലെ K മുരളീധരന്റെ ഗതി വരും എന്ന് പറഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് പോകും. കൂടുതൽ നമുക്ക് നാളെ കാലത്ത് നമുക്ക് കാണാം. മഞ്ജുഷിനും കൂടെയുണ്ട്, ഞാനും കൂടെയുണ്ട്. നമുക്ക് ചർച്ചയിൽ നാളെ ഇരിക്കും ചെയ്യാം. സ്വാഭാവികമായിട്ടൊരു ഒറ്റ കാര്യം പറയുള്ളൂ, ജനാധിപത്യത്തിലെ തിരുത്തൽ ശക്തികളായി വോട്ടർമാർ മാറുന്ന ദിനമായിരിക്കും പാലക്കാട് നാളെ കാണാൻ പോകുന്നത്. കാരണം അവർക്ക് മടുത്തെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ഉപദ്രവിച്ച് കർഷകരെ ആയിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, പൊതുസമൂഹത്തെ ആയിക്കോട്ടെ, പാവപ്പെട്ടവരെ ആയിക്കോട്ടെ, വളർന്നു വരുന്ന തലമുറയായിക്കോട്ടെ, ഒന്നും കൊടുക്കില്ലെന്ന് വാഗ്ദാനങ്ങൾ മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. വേറെ ഒരു ഗുണം അവരെ കൊണ്ടില്ല. 13 കൊല്ലമായിട്ട് ഷാഫി എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരു ആശുപത്രി, മഞ്ജുഷ ചെറിയൊരു കാര്യമാണ്, ഒരു മെഡിക്കൽ കോളേജ് OP-യിൽ നിന്ന് IP-യിലേക്ക് മാറ്റാൻ അവർക്ക് സാധിച്ചില്ല എന്ന് ഷാഫിയോട് ചോദിച്ചാൽ പറയും പിണറായി വിജയൻ ശരിയാവാത്തതുകൊണ്ടാണ്. പിണറായിയുടെ വിജയനോട് ചോദിച്ചാൽ MLA ശരിയാവാത്തതുകൊണ്ട്. 13 കൊല്ലമായിരുന്നു. പാലക്കാടുകാർ എന്ത് കഴിച്ചു? ഒരു ആരോഗ്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ. പക്ഷേ ശ്രീ ഉല്ലാസ് ബാബു, അങ്ങനെയാണെങ്കിൽ ഈ ഷാഫി വിരുദ്ധതയേക്കാൾ അവിടെ ഭരണവിരുദ്ധ വികാരമായിരിക്കില്ലേ കൂടുതലായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ടാവുക? അത് ചേലക്കരയിലും അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് UDF ജയിച്ചു വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളുമുണ്ട്. അത് തന്നെ പാലക്കാടുമാണെങ്കിൽ അവിടെ UDF-ലേക്കല്ലേ ആദ്യം വോട്ടുകൾ പോവുകയുള്ളൂ. BJP-ക്ക് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ മണ്ഡലത്തിന്റെ പൊതുവായ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് അപ്പുറം മറ്റ് 3 പഞ്ചായത്തുകളിൽ ലീഡ് നേടുവാൻ BJP-ക്ക് എന്തായാലും ഇപ്പോഴും സാധിക്കുന്ന ഒരു സാമുദായിക സാഹചര്യം പോലും അല്ലല്ലോ ഉള്ളത്. മഞ്ജുഷ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് വിചാരിച്ചവരല്ലേ? തൃശ്ശൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിലെ ഏതെങ്കിലും പഞ്ചായത്തില്, അവണശ്ശേരി പോലെയുള്ള കുറച്ച് പഞ്ചായത്തുകൾ ഒഴിച്ചാൽ ഞങ്ങൾ ലീഡ് നേടിയിരുന്നു. അതിന്റെ തൊട്ട് മുൻപത്തെ ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് ആ 3-ാം സ്ഥാനത്തിൽ നിന്ന് 1-ാം സ്ഥാനത്തേക്ക് ആധികാരികമായ ജയത്തിലേക്ക് തൃശ്ശൂരിൽ എത്തിയത്? ജനങ്ങൾ അങ്ങനെ ഇപ്പൊ ചിന്തിക്കണേ. പിന്നെ ചേലക്കരയും പാലക്കാടും തുലനം ചെയ്യാൻ സാധിക്കില്ല മഞ്ജുഷെ. കാരണം ചേലക്കരയിലകത്ത് CPM-ന്റെ MLA ആണ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്ന ആളാണ് രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി. ആ നാട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് കണ്ണന്റെ ഉള്ളിൽ നിന്ന് ചോര വീഴൂട്ട, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതേപോലത്തെ ദുരന്തമാണ് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ആ MLA ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആ നാടിനെ അങ്ങോട്ട് നശിപ്പിച്ചു അദ്ദേഹം. അപ്പൊ ജനങ്ങൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക. അവിടെ CPM-ന്റെ MLA ആണ്. ഇവിടെ MLA ആരാണ്? കോൺഗ്രസിന്റെ MLA ആണ്. കോൺഗ്രസിന്റെ MLA സർക്കാരിനെ കുറ്റം പറഞ്ഞ് പഴിച്ചും നടന്നുകൊണ്ട് കാര്യമില്ലെന്ന്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം അതാണ്. അവനവൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടില്ല. ശ്രീകണ്ഠൻ MP-യും ഷാഫി MLA-യുമായിരുന്നു.
MP രാജേഷ് MP ഷാഫി MLAയുമായിരുന്നു. 2 കോംബോ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോ അവിടെ MP രാജേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി ഫ്രം പാലക്കാട്, ചിറ്റൂര് കൃഷ്ണകുട്ടിയേട്ടൻ ഫ്രം പാലക്കാട്, ഇവരൊക്കെ വലിയ പ്രസ്ഥാനക്കാരായിട്ടുണ്ടായിട്ട് ഇന്ന് പാലക്കാടിന്റെ അവസ്ഥ എന്താന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്ന നോക്കുകയാണ്, അടിസ്ഥാന പ്രശ്നങ്ങള് ആ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് പോയി നോക്കും മഞ്ജുഷ. സാധാരണക്കാരന്റെ അടുത്ത് കാര്യം ഞാൻ പറയാം, ജില്ലാ ആശുപത്രിയിൽ ഒന്ന് പോയി നോക്ക്. പുറത്തേക്ക് എഴുതുന്ന മരുന്ന് അതൊക്കെയല്ലേ അടിസ്ഥാന പ്രശ്നങ്ങള്. വെള്ളമില്ല, വെളിച്ചല്ല, അന്നല്ല, മറ്റേ ആരോഗ്യ പ്രശ്നങ്ങള്, നെല്ലും എടുക്കില്ല. കർഷകൻ എന്ത് ചെയ്യുന്നു? ക്ഷീര കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ പട്ടിണിയില്, കേര കർഷകൻ പട്ടിയില്, റബ്ബർ കർഷകൻ പട്ടിണിയില്, നെല്ല് കർഷകൻ പട്ടിണിയില്. ആരോഗ്യ പ്രശ്നങ്ങൾ അതിനേക്കാൾ മേഖല. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ അബദ്ധത്തിലൊന്നും നമ്മൾ AC ഓഫ് ചെയ്യാൻ മറന്നു, ഫാൻ ഓഫ് ചെയ്യാൻ മറന്നു, മോട്ടോർ ഓഫ് ചെയ്യാൻ മറന്നു, അപ്പൊ സ്ലാബ് തിരിയും, ഇരട്ടി കാശാവും. അപ്പൊ അതും പ്രശ്നത്തില്. വെള്ളത്തിന്റെ കാര്യമാണെങ്കിൽ അത് 150 തവണ പ്രശ്നത്തില്. എന്നിട്ട് ഒരു നാണും ഇല്ലാണ്ട് ഇവർ രണ്ടുപേരും വരിക, ഞങ്ങൾക്ക് ഊട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഊട്ടിയും ജനങ്ങള്? നാളെ ഞാൻ മഞ്ജുഷ കൃത്യമായിട്ട് നോക്കിക്കോ, അവിടെ പിരായിരിയില്ല, കണ്ണാടിയില്ല, മാത്തൂരും ഇല്ല. ഗതികേട് അനുഭവിക്കുന്നവനെ, അന്ന പ്രശ്നമുള്ളവനെ, ജീവിത പ്രശ്നമുള്ളവനെ, അവനെ സംബന്ധിച്ച് പ്രാന്തായിട്ടിരിക്കണേന്ന്. പിണറായി സർക്കാർ 8 കൊല്ലം കൊണ്ട് ചെയ്ത പ്രവൃത്തി. എന്നാൽ സർക്കാരിനെ കുത്തൊരു MLA ആക്കി ഇവർ ഇയാളെ വിട്ടു, ഈ ഷാഫിനെ. അയാൾ അത് കൈകാര്യം ചെയ്ത് കൃത്യമായിട്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ? അയാൾ അതിനേക്കാൾ വലിയ തോൽവി. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ശ്രീകുമാർ മനയിൽ ഈ ഭരണവിരുദ്ധ വികാരം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും അങ്ങനെ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ വരുന്നതുമാണ്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരത്തിന് തോൽപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ ചേലക്കരയിലെ ഈ LDF സ്ഥാനാർത്ഥിയെ? LDFിന്റെ സ്ഥാനാർത്ഥി അവിടെ ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയാണ്. മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് ചേലക്കരക്കാർക്ക് അറിയാം. അതിനെ കവച്ചു വെക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ കാണുന്നുണ്ടോ ശ്രീകുമാർ മനയിൽ? അങ്ങനെയാണെങ്കിൽ രമ്യ ഹരിദാസിന് അവിടെ ജയിക്കാൻ കഴിയുമെന്ന് 43,000-ഓളം വോട്ടുകളുടെ ലീഡ് കിട്ടിയിട്ടുള്ളതാണ് അവിടെ രാധാകൃഷ്ണന്. അല്ല മഞ്ജുഷ, അത് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ചേലക്കരയിലും പാലക്കാട്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ചേലക്കരയിലും പാലക്കാടും ഭരണവിരുദ്ധ വികാരം ഏതാണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിന്റെ ഇടയിൽ, മധ്യവർഗ സമൂഹത്തിന്റെ ഇടയിൽ, കാരണം കേരളത്തിൽ ഇപ്പൊ ഏറെക്കുറെ എല്ലാവരും മധ്യവർഗമാണ്. അതുകൊണ്ട് മധ്യവർഗ സമൂഹത്തിന്റെ ഇടയിൽ ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട്. അത് പാലക്കാടും ഉണ്ടായിരുന്നു, ചേലക്കരയിലും ഉണ്ടായിരുന്നു. പിന്നെ രമ്യ ഹരിദാസിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ 2 കാരണങ്ങളാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ മന്ത്രി രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയച്ചത്, ഒന്ന് രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ട് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, ചേലക്കരയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ ഈ പ്രദീപ് എന്നുള്ള മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ഒരു CPM നേതാവിനോടുള്ള വിരക്തിയേക്കാൾ ഈ രാധാകൃഷ്ണനെ അവിടുന്ന് പാർലമെന്റിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ CPMകാർ തന്നെ പരസ്പരം ചോദിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ നമ്മളീ പറയുന്ന പറഞ്ഞാൽ അവിടെ ഈ രമ്യ ഹരിദാസിന്റെ ആണ് കൃത്യമായൊരു രാഷ്ട്രീയ പോരാട്ടം നടന്ന അവിടെ. ഈ ചേലക്കര മണ്ഡലത്തിലാണ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് യഥാർത്ഥത്തിൽ നടന്ന അവിടെ. കാരണം അവിടെ 2 കാരണങ്ങളാണ് കൃത്യമായിട്ട്. ഒന്ന്, രാധാകൃഷ്ണന്റെ പാർലമെന്റിലേക്ക് അയച്ചത് അനാവശ്യമായി പോയി എന്നുള്ള തോന്നൽ ജനങ്ങൾക്ക്, CPM നേതാക്കൾക്ക്, പ്രവർത്തകർക്കിടയിലുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ ഭരണവിരുദ്ധ വികാരം. പിന്നെ ചേലക്കര മണ്ഡലത്തിൽ പൊതുവെ ഇദ്ദേഹം BJP നേതാവ് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത്. കാരണം അവിടെ വളരെ വികസനരഹിതമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഞാൻ പോയപ്പോഴും കണ്ടത്. വളരെ വികസനം. ഇപ്പം ഞാൻ എറണാകുളം നഗരത്തിൽ ജീവിക്കുന്നത് ഒരാളായതുകൊണ്ട് എടുത്തു പറയുന്നതല്ല, എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു വികസന രാഹിത്യം ഞാൻ അവിടെ കണ്ടു എന്നുള്ളത് സത്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഭരണവിരുദ്ധ വികാരത്തിന് മുൻതൂക്കം കിട്ടാൻ എല്ലാ സാധ്യതയുമുള്ള മണ്ഡലം തന്നെയാണ് ചേലക്കര എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരവും പ്ലസ് രാധാകൃഷ്ണനെ മാറ്റിയതിലുള്ള ഈ CPMന്റെ ഇടയിലുള്ള അസംതൃപ്തിയും ഒത്തുചേർന്ന് വരുമ്പോൾ രമ്യ ഹരിദാസിന് അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ രാഹുലിനെ പോലെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല രമ്യയെങ്കിലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ രമ്യയ്ക്ക് അവിടെ കയറിയാൻ പറ്റുന്ന ചില ഘടകങ്ങൾ അവിടെ ശക്തമായിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ പ്രദീപ് എന്നുള്ള ആള് ഒരു സ്ഥാനാർത്ഥി ഒട്ടും മോശം സ്ഥാനാർത്ഥിയും ആയിരുന്നില്ല. ശരി, ശ്രീ TM ശശി, ചേലക്കരയിൽ അങ്ങനെ ഒരു അട്ടിമറി സാധ്യതകളും പൊതുവെയുള്ള വിലയിരുത്തലിൽ വരുന്നുണ്ട് കേട്ടോ. അത് LDFന് തോൽക്കാൻ ഒരിക്കലും പറ്റാത്ത ഒരു മണ്ഡലമായിട്ട് ചേലക്കരയെ ഇപ്പോൾ കണക്കാക്കുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമാണ്. അതില്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷേ അത് പ്രകടമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു അതുപോലെ തന്നെ വളരെ നിരീക്ഷണമായ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരങ്ങളാണ്. കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം ഇല്ല, വിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് നമുക്ക് നാളെ തന്നെ പൂജ്യമാവും. അതിന് വല്ലാണ്ടൊന്നും പോകുന്നില്ല.
എങ്ങനെയാണ് നടന്നു വരുന്ന കാര്യം പറയാം? നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്രം കേരളത്തിൽ കാണിക്കുന്ന അവഗണനയിൽ കടുത്ത വിരോധമുണ്ടെന്ന് അത് നമുക്ക് മനസ്സിലാവുന്നില്ലേ? എല്ലാം നിങ്ങൾ ആലോചിച്ചു. കേന്ദ്രം ശ്വാസം ഇന്ന് കോടതിയിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞോളൂ. ശ്വാസം മുട്ടിച്ചിട്ടും ആ ശ്വാസം മുട്ടലിൽ നിന്നിട്ടാണ് ഈ കേരളത്തിൽ നിന്നും പെൻഷൻ മുടങ്ങാതിരിക്കുന്നത്. മാസം പെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ നെല്ലിന് 1100 കോടി രൂപ കേന്ദ്രം തരാൻ ബാക്കിയത്. പക്ഷെ എന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ കൃത്യമായി പണം കൊടുത്തു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വികസനത്തിന്റെ കാര്യം ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയില്ല. ഞങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുണ്ടായാലും പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോ ഗഡു 2 ഗഡുവായിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൽ മാറ്റം വരികയും ചെയ്യും. അത് മാത്രമല്ല, വയനാടിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉല്ലാസ് ബാബു പറഞ്ഞിരുന്നു കോടതിയിൽ എന്താണെന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10 മാസമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം വരെ ഒരൊറ്റ മാസം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഇനി കൊടുക്കാതിരുന്നാൽ മാത്രമല്ല പെൻഡിംഗ് ഉള്ള 2 കൊടുക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞിട്ട് അക്ഷരങ്ങളിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. ആ സർക്കാരിനുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടായിട്ട് ജനങ്ങളുടെ നോക്കിയാലേ നിങ്ങൾ കഴിഞ്ഞ തവണ ഇപ്പൊ നിങ്ങൾ പറയുന്നു, കഴിഞ്ഞ തവണ പാലക്കാട് മണ്ഡലത്തിലാണെങ്കിലും ചേലക്കര മണ്ഡലത്തിലാണെങ്കിലും അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലെ ഈ 3ാം സ്ഥാനത്തും പുറകോട്ട് വന്നു വിചാരിക്കുക, നന്നായി പുറകോട്ട് പോയി വിചാരിക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. ഞങ്ങൾ ജയിക്കാൻ പോകുന്നത് ഞങ്ങൾക്കൊരു സംശയമില്ല. ഇപ്പൊ നിങ്ങൾ മാറ്റി പറയോ? തീർച്ചയായിട്ടും മാറ്റി പറഞ്ഞു. അപ്പൊ നിങ്ങൾ വേറെ കാര്യം പറയണ്ട. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ഇത് കാരണമാണ് ജയിച്ചു പറയണ്ട. ഭരണവിരുദ്ധ വികാരമില്ലാതെ നിങ്ങൾക്ക് പറയേണ്ടി വരും. നാളെ 11 മണിക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ തവണത്തെക്കാൾ എല്ലാ നിലയിലും മെച്ചപ്പെടലുണ്ടാവും ഇവിടെ ചേലക്കരയിൽ. ഒരു സംശയം വേണ്ട. ഇവിടെ ഇല്ലാത്തോ പറഞ്ഞത് ചേലക്കര വികസനം തീരെ ഇല്ലാതെ വരിക. എവിടെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ എല്ലാ പ്രദേശത്തും പോലെ തന്നെ ഒരു കുറവുമില്ലാതെ നന്നായി ചേലക്കര നന്നായി കണ്ടിട്ടുണ്ട്. എന്ത് വികസനം റോഡിന്റെ പ്രശ്നമാണോ? നിങ്ങൾ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞില്ല. പാലക്കാട് റോഡുണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. പീരായി പഞ്ചായത്ത് കോൺഗ്രസ് ഇരിക്കുന്നതാണ്. വെള്ളമില്ല, റോഡില്ല, ഒന്നുമില്ല. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അതുപോലുള്ള പ്രശ്നം ചേലക്കരയിലുണ്ടോ? ചേലക്കരയുണ്ടോ? എന്തുകൊണ്ടാ? അവിടെ കൃത്യമായി ഇടപെടുന്ന MLA മന്ത്രിയാണെങ്കിലും ശ്രീ രാധാകൃഷ്ണനാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ യുവപ്രതി നേരത്തെ MLA വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കൊന്നും യാതൊരു സംശയമില്ല. ശരി ശ്രീ PM ശശി, എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഈ പാലക്കാട് തോറ്റാലും നിങ്ങൾ വിരുദ്ധ വികാരം ഉണ്ട് എന്ന് സമ്മതിക്കുകയില്ലല്ലോ. അപ്പോൾ അവിടെ ഇൻ കേസ് ഇനി UDF ആണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയും BJP വരാതിരിക്കുന്നതിന് വേണ്ടി UDF വോട്ട് ചെയ്തതാണ് എന്ന് പറയും. ചേലക്കര നിർത്താൻ കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയും. ചേലക്കര തോറ്റാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് സമ്മതിക്കുമോ നിങ്ങൾ? നിലവിൽ ചേലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ അങ്ങനെ ഒരു പുറകോട്ടടി ശരി. ശ്രീ ഉല്ലാസ് ബാബു, ചേലക്കരയിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് ശ്രീ TM ശശി പറയുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, എന്തായാലും BJPക്ക് ജയിച്ചു കയറി വരുവാൻ പറ്റിയ ഒരു മണ്ഡലമല്ല ചേലക്കര. അല്ല മഞ്ജുഷേ, ചേലക്കരയില് വികസനം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്റെ മണ്ഡലം എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ ഒരു അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മണ്ഡലത്തിന്റെ നെക്സ്റ്റ് പഞ്ചായത്താണ് ഈ ചേലക്കര മണ്ഡലം സ്റ്റാർട്ട് ചെയ്യണേ. അത് ശശിയേട്ടന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ നിരവധി ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഈ ചേലക്കരയിൽ തിരുവല്ലാമല ആയിക്കോട്ടെ, വരവൂർ ആയിക്കോട്ടെ, ദേശമംഗലം ആയിക്കോട്ടെ, കൊണ്ടാഴി ആയിക്കോട്ടെ, പഴയന്നൂർ ആയിക്കോട്ടെ, ചേലക്കര ആയിക്കോട്ടെ, പഴയന്നൂരിലെ എളനാട് മേഖല ആയിക്കോട്ടെ, ആ എളനാട്ടിലൊരു പഞ്ചായത്ത് ഏരിയ വലിയൊരു പഞ്ചായത്ത് സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്ര കാലമായിട്ട് ഈ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആളുണ്ടായിട്ട് നിങ്ങൾക്കത് സാധിച്ചിട്ടില്ല. ചേലക്കരയിൽ ടാർപ്പായിട്ട് വീടുകൾ എത്രയുണ്ടെന്നറിയോ താങ്കൾക്ക്? ചേലക്കരയിൽ ടാർപ്പായി ഇട്ടിട്ട് വെറുതെ 4 മുളയമ മാത്രം വലിച്ചു കെട്ടി, സാരി വലിച്ചു കെട്ടി എത്ര വീടുണ്ടെന്നറിയോ നിങ്ങൾക്ക്? ഈ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ ജനപ്രതിനിധിയുടെ വീടിന്റെ മുന്നിൽ കൂടെ പോയാലേ തണ്ടലൊടിയും റോട്ട് കൂടെ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ന്യൂസ് 18 അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ കട്ട എന്ന് പോയി തുടങ്ങിയപ്പോഴാണ് പാച്ചിങ് തുടങ്ങിയത്. ഞാനൊരു കാര്യം മനസ്സിലാക്കട്ടെ, നിങ്ങളിപ്പോ ഈ പെൻഡിങ് കൊടുത്തു എന്നല്ലേ, അത് ഈ മാസം കൂടി ഉണ്ടാവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 4 മാസം കഴിഞ്ഞ് ചർച്ച ചെയ്യാം. 4 മാസം കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കല് നിർത്തും. ഈ ഉപതെരഞ്ഞെടുപ്പ് കണ്ടിട്ട് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്ന കിറ്റില് നടത്തിയ അതേ പറ്റിക്കല് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെയല്ലേ 19 നിങ്ങൾ വലതുപക്ഷം കൂടി പറഞ്ഞേ. നിങ്ങൾ എന്നാ കൊടുത്തേ വയനാടിന്റെ അപേക്ഷ?
കൃത്യമായിട്ട് കേന്ദ്രം അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. 2219 കോടി റുപ്യ വേണമെന്ന് പറഞ്ഞ് 13-ാം തീയതി കൊടുത്തിട്ട് നിങ്ങൾ 16-ാം തീയതി ഹർത്താൽ നടത്തുമ്പോൾ നിങ്ങൾ പിണറായി വിജയനെ ആ നവകേരള ബസ്സിൽ കുറെ അപേക്ഷ കിട്ടിയല്ലോ, ഏതെങ്കിലും ഒരാൾ തീരുമാനമാക്കിയിട്ട് ഒരു സർക്കാരിന് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ, ഒരു സർക്കാരും മറ്റൊരു കേന്ദ്ര സർക്കാരിന്റെ അപേക്ഷ കൊടുക്കുമ്പോൾ അത് പരിഗണിച്ച് കൃത്യമായി നടപടിയെടുക്കുമ്പോൾ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ 214 രൂപ ഇമ്മീഡിയറ്റ് ചോദിച്ചല്ലോ, അതിൽ 154 പാസ്സാക്കിയിട്ടുണ്ടല്ലോ. അതിൽ മാത്രമല്ല 50% ദുരിതാശ്വാസ നിധിയിലെ പൈസ ഇതിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യോമയാന ചെലവുകളും മറ്റ് ചെലവുകൾ എത്രയാണെങ്കിൽ അതും കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ സർക്കാർ പറഞ്ഞിട്ട് അതൊക്കെ മൂടി വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളോട് നുണ പറഞ്ഞവരല്ലേ ഈ 19-ാം തീയതി. ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയില്ലേ നിങ്ങൾ കോൺഗ്രസ്സുകാരും കൂടി ഒരുമിച്ച്. ശശി, അക്കാര്യത്തിൽ ഈ 13-ാം തീയതി ആണല്ലോ കേന്ദ്രത്തിന് അപേക്ഷ കൊടുത്തത്, എന്നിട്ട് 19-ാം തീയതി അല്ലെ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം വയനാട്ടിൽ ഹർത്താൽ നടത്തിയല്ലോ എന്ന്, അതിനുള്ള മറുപടി? ഉല്ലാസ് ബാബു വളരെ വ്യക്തിയായി കാര്യങ്ങൾ നന്നായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ എല്ലാം കേന്ദ്ര സർക്കാർ പറഞ്ഞാണ്. ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നോക്കൂ, അഭിനയിച്ചു കൊടുക്കുക, ഏത് അഭിനയിച്ചു കൊടുക്കുക? ഗുജറാത്തിന് 1500 കോടി കൊടുക്കുക, ഏത് അഭിനയിച്ചു കൊടുക്കുക? ത്രിപുരയ്ക്ക് 800 കോടി, ഏത് അഭിനയിച്ചു കൊടുക്കുക? ഇപ്പൊ ഈ രാജ്യത്ത് കഴിഞ്ഞ 2024 പ്രളയത്തിൽ ഏറ്റവും കേരളത്തിൽ ദുരന്തമുണ്ടായി. കേരളത്തിൽ മാത്രം സാങ്കേതിക പറഞ്ഞാൽ 155 കോടി തന്നില്ല. 155 കോടി എങ്ങനെ തന്നത്? 155 കോടി പ്രളയം ഉണ്ടായാലും ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ വർഷവും എല്ലാ സംസ്ഥാനങ്ങളിലും വേറെ 400 മനുഷ്യജീവൻ കൂടിയിട്ട് നേരിട്ടും അദ്ദേഹം പറയുന്നത് തെറ്റാണ്. വയനാട് പരിശോധിച്ച് പോയിട്ട് ഇവിടുന്ന് കേരളത്തിന്റെ സംഘങ്ങൾ കൃത്യമായിട്ട് വിവരം കൊടുക്കുന്നത് എന്നിട്ട് സാങ്കേതിക ഈ കേരളത്തിൽ സാധ്യല്ലേ എന്നിട്ട് സാങ്കേതിക പറഞ്ഞ നിങ്ങൾ തരാത്തതാണ് കോടതി ചോദിച്ചപ്പോൾ കൊടുത്ത അഭിനയിക്കുന്ന അതൊക്കെ ശരിയല്ല, അതില്ല. പക്ഷെ നിങ്ങൾ സാങ്കേതികം പറയുമ്പോൾ മറ്റ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ 3000 കോടി 2000 കോടി ശരി. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. ഈ സമയമാകുമ്പോഴേക്കും നാളെ ഈ രീതിയിലായിരിക്കുകയില്ല ചർച്ച പോവുക. എന്തായാലും പാലക്കാട് അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഒന്നും സംഭവിക്കുകയില്ല എന്ന് UDF പറയുന്നു. അതേസമയത്ത് തന്നെയാണ് ചേലക്കരയിൽ അട്ടിമറി വിജയം നേടാമെന്ന് UDFന്റെ പ്രതീക്ഷ. അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് LDF പറയുന്നു. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന് ഫലമറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി.